അപ്പൊ തുടങ്ങാല്ലേ? പൃഥ്വിരാജ് ഒന്നും അറിയുന്നില്ലേ? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. എങ്ങനെ സാധിക്കുന്നു? സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതളപാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിൽ. 2023 ഹൈദരാബാദ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകിയിരുന്നു. സംഭവം നടന്ന ശേഷം പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പൃഥ്വിരാജ് നേതൃത്വം നൽകിയ ടീമാണ് ബ്രോ ഡാഡിയുടേത്. പൃഥ്വിരാജ് അഭിനയിച്ച സിനിമ കൂടിയാണ്. പൃഥ്വിരാജിന്റെ സെറ്റിൽ ഇതൊക്കെ നടന്നിട്ട് പൃഥ്വിരാജ് ഇൻഫോംഡ് ആയിരുന്നില്ലേ? അങ്ങനെ ഇൻഫോംഡ് ആയെങ്കിൽ പൃഥ്വിരാജ് എന്ത് നടപടി കൈക്കൊണ്ടു? എന്തിനു വീണ്ടും തുടർന്നുള്ള പ്രോജക്റ്റുകളിൽ ഈ ഒപ്പമുള്ള സുഹൃത്തിനെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ സഹപ്രവർത്തനെ ഉൾപ്പെടുത്തി എന്ന ചോദ്യമൊക്കെ ഗൗരവതരമാണ്. നീയൊക്കെ ഇതുവരെ ഇതിനോട് ചെയ്തത് പോരാഞ്ഞിട്ട് ഈ കാട്ടിൽ കൊണ്ടുവന്ന് വേറെ സാമൂഹ്യ വിരുദ്ധരെയും കൂട്ടി. അയ്യോ സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെ. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് അമ്മ അടക്കമുള്ള സംഘടനകൾക്ക് വീഴ്ച പറ്റി എന്ന് തുറന്നു പറഞ്ഞ പൃഥ്വിരാജ് സംവിധായകനായ ഒരു ചിത്രത്തിലെ സെറ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു പീഡന പരാതി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സാറേ, ഇവന്മാര് മറ്റേ നീല. അതേടാ, മറ്റേ നീലമല്ലേ? ഞാൻ കണ്ണോർക്കുമ്പോ മുമ്പിൽ പോലീസാണല്ലോ. നമ്മൾ മന്ത്രിമാരായ ഷാജേട്ടാ. സ്വന്തം സെറ്റിൽ നടന്ന സ്വന്തം സംവിധാന ടീമിലുണ്ടായിരുന്നവരുടെ ഈ ക്രിമിനൽ പ്രവർത്തനം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. അവർക്ക് നേർക്കൊക്കെ കണ്ണടച്ചിട്ടാണോ മറ്റു കാര്യങ്ങളിലൊക്കെ കണ്ണ് തുറന്ന താരം പ്രതികരിച്ചത്? മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഇതുവരെ കേട്ടതിൽ വ്യത്യസ്തമാണെന്ന് മാത്രമല്ല അതിഗുരുതരം കൂടിയാണ്. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ. പോവാൻ മോനെ. ഞാൻ പോകുന്നു. ബൈ ബൈ.